ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അടാട്ട്. ഞാനിപ്പോൾ ഈ കുരിശിൻ്റെ ഫ്രണ്ടിലെന്താ വന്ന് നിൽക്കണേന്ന് നിങ്ങൾ നോക്കണ്ടാവില്ല. ഒരു മാസ്കിൻ്റെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് മാസ്ക് പൊട്ടി. ഞാൻ മാസ്ക് വെച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ മാസ്ക് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ വൈറസ് ഫീവർ വളരെയധികം നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ കഴിവതും മാസ്ക് വെച്ച് നടക്കുക. നമ്മളതൊരു ഇപ്പോൾ ചില കുട്ടികളൊക്കെ മുഖം കാണിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും അങ്ങനെ ആളുകളുടെ അടുത്ത് മുഖം കാണിച്ച് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ അഞ്ചുവിളക്കൻ്റെ അവിടെയാണ്. അപ്പോൾ അഞ്ചുവിളക്കൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഈ മാസ്ക് പൊട്ടിയത്. പിന്നെ ഇത് അറിയാലോ, ഇവിടെ മഞ്ചുണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ തന്നെ പലപ്പോഴും വന്നിട്ട് ഇവിടുന്ന് മഞ്ചകൾ എടുക്കാറുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ ചെറുമലച്ചൻ പറഞ്ഞ ഓർമ്മ വരുന്നു. നിനക്കറിയാലോ? അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ, എൻ്റെ കച്ചവടം നന്നാവണട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിട്ട് നിൻ്റെ കച്ചവടം 10 ദിവസം? എൻ്റെ കച്ചവടം ചോദിപ്പിട്ടിനെ. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരണു. അപ്പോൾ നീ ഏത് മുന്നേ പറഞ്ഞ, നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവണില്ലേ എനിക്ക് പറഞ്ഞത്? അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ആ വഴി കൂടെ യാത്ര ചെയ്യേണ്ടവരാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ പറയും, ഇപ്പോൾ കൊറോണ വന്നപ്പോൾ പറഞ്ഞു, അതായത് കൊറോണ വൈറസിനെ കാണാനില്ല, എന്നാലും എല്ലാവരും പേടിച്ച് നടക്കായിരുന്നു. ഇപ്പോൾ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോട്ടിൽ പിടിച്ചാൽ വൈറസ് വരും, അല്ലെങ്കിൽ എന്തെന്ന് പറയാ, എവിടെയൊക്കെ പിടിക്കുന്നിടത്തൊക്കെ വൈറസായിരുന്നു. വൈറസിനെ കാണാനില്ല, പക്ഷെ അതിന് പേടിയാണ്. ദൈവത്തെ കാണാനില്ല, പക്ഷെ അതിന് പേടിയില്ല. എന്താ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം ഇല്ല എന്ന് തന്നെയാണ്. അല്ല, ഞാൻ വെറുതെ ചിന്തിച്ചതാ. ചിന്തിച്ച് തലമുട്ടയായി. ഇപ്പോൾ വിഗൊക്കെ വെച്ചിട്ട് നടക്കണ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിന്തിച്ച് പറയാൻ പറ്റില്ല, നാവ് ഓടിച്ചിട്ടില്ല, പല്ല് വെച്ചിട്ടില്ല, നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അടാട്ട് അഞ്ചുവിളക്കിൽ നിന്ന് തത്സമയം നമ്മൾ ശ്രദ്ധിക്കുക. രോഗങ്ങൾ വരാം, നമ്മളതിനെ നേരിടണം. എന്തിനേയും നമ്മൾ അതിജീവിക്കണം. അത് പറയാൻ നമ്മൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ സുപ്രഭാതത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയണു. ഇന്നിവിടെ എത്താൻ പറ്റി, ഇന്നൊരു ചായ കുടിക്കാൻ പറ്റി, ഇന്നിവിടെ നടക്കാൻ പറ്റി. അതിന് ദൈവത്തിന് നന്ദി പറയണു. ഒരു പുതിയ സുപ്രഭാതം നേരുന്നു. ഓക്കെ.